കയറി വെച്ച് ഇതിന്റെ ബാഗിന്റെ ഷോപ്പിന്നാണ് അവിടെ ഇറങ്ങണ ചോദിച്ചു അടുത്ത ഷോപ്പിൽ ഇറങ്ങുന്നു പറയും 210 ഫൈന് ആകെ ടിക്കറ്റ് ചാർജ്. ഹലോ ഗായ്സ്, നമ്മൾ കച്ച് കാണാൻ പോവാണ്. നമ്മളെ ഭുജിലെത്തി ഗായ്സ്. ഭുജിൽ ഇവിടെ നമ്മൾ കാർ റെന്റ് എടുത്ത് കച്ചിൽ ഭയ്യ നല്ല വേറെ അറിവ് ടീട്ടി വന്നാലും അറിയും. ആര് ലവ് ബൈറ്റ് ഒക്കെ കൊല്ലല്ലേ മുത്തേ, കൊല്ലല്ലേ കടിച്ച് കൊല്ലല്ലേ അതിനെ കുട്ടി ഇല്ല ഒന്നുമില്ലേ പാത്തും കൂടി അജാസ് നമ്മള് ഫ്രഷ് ആയിട്ടുണ്ട്. ഭുജ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഫ്രഷായി നമ്മൾ റൺ ഓഫ് കച്ചിലോട്ട്. അപ്പൊ നമ്മൾ ഓട്ടോയിൽ കയറിയിട്ടുണ്ട്. ഓട്ടോയിൽ കയറി നമ്മൾ എന്ത് ചെയ്യും, ഭുജ് സ്റ്റാൻഡിലോട്ട് പോകും. കാര്യങ്ങൾ പറയുക. പിന്നെ ഇത് പക്ഷെ പേപ്പർ അവിടെ വേണ്ടി വെക്കാട്ടോ നമ്മള്. പിന്നെ ഇതൊക്കെ ഇത് 2-3 അട്ട തുറന്നു. അയാൾക്ക് കടിച്ചു. അയാളെന്തോ ചിരിച്ചാണ് മൊതുവാക്കി ഇങ്ങനെ ആട്ടി പോണ്ട. പിന്നെ വണ്ടി എടുത്തു. ടിക്കറ്റ് വേണ്ടായിരുന്നു. നമ്മള് 3 ബൈക്ക് റെന്റിന് എടുത്തിട്ടുണ്ട്. നമ്മളെന്ത് ചെയ്യാണ്, ഏകദേശം 120 കിലോമീറ്റർ താണ്ടാൻ പോവാണ് ബൈക്കിൽ. 1 സൈഡ് കേട്ടോ, റോഡ് ടു ഹെവൻ, സ്വർഗത്തിലേക്കുള്ള ഉമ്മമാരോട് പറയണല്ലേ. അതെ, ഉമ്മമാരുടെ വാട്സപ്പിൽ ഗ്രൂപ്പ് ഉണ്ട്. അയ്യാ കാട്ടെടുക്കാൻ പോണത്. എന്റെ ഫോട്ടോ എടുക്കണം പോലെ. ഹായ് പറഞ്ഞോ. ഇല്ല, പോകാൻ പറ്റുള്ളൂ. ശില്പമുണ്ട്. ഓടി പേടിച്ചിട്ട്. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ റോഡ് ടു ഹെവനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. റോഡ് ടു ഹെവനിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന റോഡിൻ്റെ അവസ്ഥ വളരെ ശോചനീയമാണ്. എന്തായാലും പോയി നോക്കാം. പുറത്ത് കാണുന്നതാണ് പാകിസ്ഥാൻ ഗൈസ്. ഓഫ് റോഡ്. പാകിസ്ഥാൻ എത്തി. ഒരു ആക്സിഡന്റ് ഉണ്ടായി. നല്ല രസേനു ചണ്ടല പോയിനെങ്കില്. വണ്ടിക്കൊന്നും പറ്റിയില്ലടാ. ഇല്ലേ പോവാ. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് ഇന്ത്യയിലാണ്. ഇവിടുന്ന് ഒരു 10-40 കിലോമീറ്റർ അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ പാകിസ്ഥാനെത്തും ഗൈസ്. മരുഭൂമിയായിട്ടുള്ള റൺ ഓഫ് കച്ച്, നമ്മുടെ ഗുജറാത്തിലെ റൺ ഓഫ് കച്ച്. റോഡുകളൊക്കെ വളരെ എന്താ പറയുക, മിക്സഡ് ആണ്. നല്ല റോഡുകളും ഉണ്ട്, മറ്റേ കയറിപ്പെടുന്ന റോഡുകളും ഉണ്ട്. പക്ഷേ സ്ട്രൈറ്റ് റോഡാണ്. അതുകൊണ്ട് നമ്മൾ ദൂരം പോകുന്നത് അറിയുന്നില്ല. 50-60 കിലോമീറ്റർ സ്ട്രൈറ്റ് റോഡ്. ഗുജറാത്ത് ആയതുകൊണ്ട് ഇഷ്ടം പോലെ ഗോമാതാക്കൾ. ഇത് ഗോമാതാവല്ല, അത് എടുത്താലോ?
ഒട്ടകത്തെ തൊട്ട് കളിക്കരുത്. ഗൈസ് ഇതാണ് നമ്മുടെ റോഡ് ടു ഹെവൻ. നമ്മുടെ രണ്ട് ഭാഗത്തുള്ളത് കടലാണ്. നമ്മൾ ഏറ്റവും നിൽക്കുന്നത് ഉൾക്കടലിലാണ് ഗൈസ്. ഉൾക്കടലിൽ ഗൈസ് നമ്മളിപ്പോൾ ഉള്ളത് റോഡ് ടു ഹെവൻ ആണ്. നമ്മുടെ രണ്ട് സൈഡിൽ രണ്ട് ഭാഗത്തുള്ളത് കടലാണ്. കടലിലൂടെ റോഡ് ഉണ്ടാക്കിയതാണിത്. ഏകദേശം 25 കിലോമീറ്ററോളം ഈ റോഡിന് നീളമുണ്ട്. ഉൾക്കടലിലോട്ട് പോകും. അവിടെ ഒരു വ്യൂ പോയിന്റും കാര്യങ്ങളും ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് അതിൻ്റെ അപ്പുറത്താണ് നമ്മുടെ ദൊലൈവീര വരുന്നത്. നമ്മുടെ എന്താ പറയുക, ഹാരപ്പൻ മോഹൻജദാരോ സംസ്കാരങ്ങളൊക്കെ ചരിത്രം സ്ഥിതി ചെയ്യുന്ന അവശിഷ്ടങ്ങൾ സ്ഥിതി ചെയ്ത സ്ഥലം. ഇപ്പോൾ അവിടെ ഉള്ളത് നമ്മളിപ്പോൾ റോഡ് ടു ഹെവൻ, സ്വർഗത്തിലേക്കുള്ള പാത എന്ന് പറയുന്നത്. പക്ഷേ അത് ആവണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ടൈം എടുക്കും, ടോപ്പാവും. അത് കഴിഞ്ഞാൽ ഇത് ഫുള്ള് വച്ചിട്ട് ഇവിടെ ഫുള്ള് ഉപ്പാക്കരാം. അപ്പോൾ ഉപ്പിൻ്റെ നടുവ് കൂടെ ഒരു ഹൈവേ ടോപ്പാണ്. പിന്നെ ഇവിടുന്ന് നേരെ നമ്മളെ ഹാരപ്പൻ മോഹൻജദാരോ സംസ്കാരത്തിലേക്കുള്ള റോഡ് കൂടിയാണ്. ഇതുപോലെ വീര പോവാ. ഇവിടുന്ന് വണ്ടി വരുന്നുണ്ട്. പോടാ നമ്മള് പോകുമ്പോഴും വ്ളോഗില് കൂടെ ഒക്കെ ഉണ്ട് ഇവിടെ. പറയ്. ഗുജറാത്തിൽ കാണുന്ന ഒരു കാഴ്ചയാണ്. ഇവിടെ ചുറ്റും ഫോറസ്റ്റാണ്. അപ്പുറത്ത് കാണുന്നത് പാകിസ്ഥാനും കാര്യങ്ങളൊക്കെയാണ്. ഒരു പശു അല്ലെങ്കിൽ കാളേനെ എന്ത് ചെയ്തിട്ടുണ്ട്, മനുഷ്യന്മാരാവില്ല. ഇവിടുത്തെ ഗുജറാത്ത് ആയതുകൊണ്ട് ഇവിടുത്തെ മനുഷ്യന്മാരെന്തായാലും പോലെ ഗോമാതാവായിട്ട് കാണുന്ന മൃഗങ്ങളുണ്ട്. ആയിട്ടുണ്ട്. അതിൻ്റെ അവശിഷ്ടങ്ങളും കാര്യങ്ങളൊക്കെയാണ് അവിടെ കാണുന്നത്. ആ മലൻ്റെ അപ്പുറം അങ്ങനെ ഉപ്പ് മരുഭൂമി ആയിട്ടുള്ള റൺ ഓഫ് കച്ചിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ BSF ഒരു പാസിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ആ പാസ് എടുക്കുകയാണ്. അങ്ങനെ പാസ് എടുത്തു. പാസ് എത്ര ഒരാൾക്ക് വന്നത്? ഒരാൾക്ക് 140 രൂപയാണ് പാസ് വരുന്നത്. അത് BSF എന്ത് 40 രൂപ. അതെ. അങ്ങോട്ടേക്കുള്ള യാത്ര നമ്മൾ എന്താ പറയാ, സ്വപ്നമൊക്കെ കാണും. എത്ര ഓടിയാലും എത്തിപ്പെടാത്തൊരു സ്ഥലം പോലെ അങ്ങനെ ഒരു സ്ഥലത്താണ്. അതായത് ഓടിയിട്ട് എത്തുന്നില്ല. 30 കിലോമീറ്റർ സ്ട്രെയിറ്റ് റോഡായിരുന്നു. നമുക്കങ്ങനെ കാണും. പക്ഷെ എത്ര ഓടിയിട്ടും ഏകദേശം 3/4 മണിക്കൂർ ഓടിയിട്ടാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. എന്നാലും പോയി നോക്കാം. ക്ലൈമറ്റ് അത്യാവശ്യം കുഴപ്പമില്ല. ചൂടുണ്ടെന്ന് വെച്ചാൽ നമ്മൾ അറിയുന്നു. നല്ല അത്യാവശ്യം നല്ല കാറ്റുണ്ട്. ഒരു പക്ഷെ ഞാൻ പറയണ പോലെ നിങ്ങൾ കേൾക്കുന്നുണ്ടാവില്ല. എന്നൊക്കെ ചെയ്യും. പോയി നോക്കാം. കേൾക്കും അറിയില്ല. അതിൽ മൈക്കെടുക്കണം. അങ്ങനെ നമ്മൾ വൈറ്റ് ഡെസേർട്ടിലേക്ക് കടന്നിട്ടുണ്ട്. BSFൻ്റെ അണ്ടറിൽ അത് വരുന്നത്. അത്യാവശ്യം എന്ന് പറഞ്ഞ പോലെ നല്ല രീതിയിൽ കാറ്റുണ്ട്. ഒരു പക്ഷെ ഞാൻ പറയണത് പോലും നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവില്ല. ഓക്കെ, ഇവിടെ റൺ ഓഫ് കച്ച് ഉത്സവം നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വിഷ്വൽസ് കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. അതിൻ്റെ കഴിഞ്ഞ സംഭവങ്ങൾ ഈ കാണുന്നതാണ് വൈറ്റ് ഡെസേർട്ട് റൺ ഓഫ് കച്ച്. ഉപ്പ് മരുഭൂമി ഗൈസ്, ഉപ്പ് മരുഭൂമി, വൈറ്റ് ഡെസേർട്ട്, വൈറ്റ് റൺ എന്നും പറയപ്പെടുന്നു. വാവ്, നൈസ്, അടിപൊളി ഗൈസ്. നല്ല കാറ്റാണ്, നല്ല കാറ്റുണ്ട്.
അൽ ഒട്ടഹ സവാരി ഉണ്ട് ഇവിടെ. ഒട്ടഹ സവാരി, ഇഷ്ടംപോലെ ഒട്ടഹ സവാരി. അങ്ങനെ നമ്മൾ ഉപ്പും മരുഭൂമി അല്ലെങ്കിൽ താർ ഡെസേർട്ട് റൺ ഓഫ് കച്ച് എത്തിയിട്ടുണ്ട് ഗായ്സ്. ടീംസൊക്കെ ഇവിടെ ഉണ്ട്. നമ്മളിവിടെ ഉള്ളത് ഇപ്പം നമ്മൾ റൺ ഓഫ് കച്ച് മരുഭൂമിയിലാണ് നമ്മളുള്ളത്. നമുക്കിവിടെ ഉപ്പ് നമ്മൾ പ്രതീക്ഷിച്ചാത്രല്ല, എന്നാലും നമുക്കൊന്ന് പോയി നോക്കാം. അവിടെയൊക്കെ കുറച്ച് ഉപ്പ് കാണാനുണ്ട്, അങ്ങോട്ട് പോയി നോക്കാം. ഒട്ടകത്തെ തൊട്ട് കളിക്കരുത്. ഒട്ടകവും ഇത് കുതിരയും. ഒട്ടകത്തിന്റെ മുണ്ടി ടോപ്പിൽ ഇറക്കി കൊടുക്കണേ മുള്ളറ്റ്. തീറ്റ ഗായ്സ്, ക്യാമറയിൽ എത്രത്തോളം കാണുന്നുണ്ടെന്ന് അറിയില്ല, എന്നാലും ദ വൈറ്റ് ഡെസേർട്ട് ഗായ്സ്, ദ വൈറ്റ് ഡെസേർട്ട്. ഫാദർ, ഞങ്ങൾ എന്താണ് ഇപ്പോൾ ഉള്ളത് ഗുജറാത്തിലെ റൺ ഓഫ് കച്ചിലാണ്. ആ കാണുന്നതാണ് ഗായ്സ് നമ്മളെ പാകിസ്ഥാൻ വരുന്നത്. കുറച്ചും കൂടി അപ്പുറത്ത് പോയി ഞങ്ങൾ ചാവും ഗായ്സ്. അപ്പോൾ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ ഞങ്ങൾ വൈറ്റ് ഡെസേർട്ടിലാണ്. ഇതിൻ്റെ ഒരു വീഡിയോ എടുത്തേനെ, അത് എനിക്ക് പറയാനാണ്. അംജു എന്താണ് നമ്മളെ എക്സ്പീരിയൻസ് പറയാനുള്ളത്? ഞാൻ എക്സ്പെക്ട് ചെയ്ത സാധനം കിട്ടിയില്ലടാ. ഞാനെങ്ങനെ കരുതിയിരുന്നു കശ്മീർ മഞ്ഞില്ലേ അതേമാതിരി ഇവിടെ പോയിട്ട് കിട്ടണതാണ് നമുക്ക് ബോണസ്. ഞാൻ ഇവിടെ ടെന്റ് അടിച്ചാണ്. ടെന്റ് രാവിലെ ഇങ്ങനെ തുറക്കുമ്പോ കേന്ദ്രത്തേക്ക് വരട്ടെ പൂജ അവിടെ ഫുള്ള് വെള്ളയാണ്. അംജു പറഞ്ഞതിനനുസരിച്ച് നമ്മള് കേദാർകാലത്ത് പോയാൽ മതി. അംജുവിന് ഒരു വട്ടം കേദാർകാലത്ത് കൊണ്ടുപോകണം. ആ അവർക്ക് അങ്ങനെയാണെങ്കിൽ കറക്റ്റ് കിട്ടും. കേദാർകാന്ത തുറക്കുമ്പോ തന്നെ ഫുള്ള് മഞ്ഞാണ്, എല്ലായിടത്തും മഞ്ഞ. അവിടേക്ക് പോകാൻ താല്പര്യം ഉണ്ടോ? കശ്മീർ ഇത് നമ്മളെ ഇത് നമ്മളെ എന്താണ് അർഷാദാണ് വലിയ നോർത്ത് ഗൈഡല്ല, ഓൾ ഇന്ത്യ ഗൈഡാണ്. ഞങ്ങൾക്ക് അറിയാത്തതായി ഒന്നുമില്ല എന്നാണ് അവൻ്റെ അവകാശവാദം. പക്ഷെ കുറെ അറിയാത്ത കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് ഫോട്ടോഷൂട്ടാണ്. ഷാറുഖ് ഖാൻ്റെ ഫാനാണ് കേട്ടോ. ഇനിയിപ്പോൾ ഷാറുഖ് ഖാൻ്റെ സാധനം വരും. ഷാറുഖ് ഖാൻ്റെ 144 ഇല്ല, ആ ബാക്കിലുള്ള 4 ഉള്ളു തോന്നുന്നത്. ഗൈസ്, അങ്ങനെ റൺ ഓഫ് കച്ച്, അതായത് നമ്മൾ ഉപ്പു മരുഭൂമി കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യാണ്, പോവാണ്. മിക്കവാറും ഇവിടെ തന്നെ ആവും സ്റ്റേ വരിക. അപ്പോൾ ഇതാണ് ദ റൺ ഓഫ് കച്ച്, ഗുജറാത്തിലെ റൺ ഓഫ് കച്ച്. ഇവിടെ അത്യാവശ്യം ആൾക്കാരുണ്ട്. ഡ്രസ് റെൻ്റൽസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. നമ്മുടെ ഗുജറാത്തി സ്റ്റൈല് ഡ്രസ് റെൻ്റൽസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. റഷൊന്നുമല്ല, ഇപ്പോൾ നിലവിലിവിടെ ഓഫ് സീസണാണ്. എന്നിരുന്നാൽ പോലും ഇവിടെ കച്ച് ഉത്സവം, റൺ ഓഫ് കച്ചിൻ്റെ മഹോത്സവം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ടുണ്ട് തോന്നുന്നു. അതിൻ്റെ പരിപാടികളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ നോമ്പുറക്കാണ്ട് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, പ്ലാനായിട്ടില്ല. മിക്കവാറും ഇവിടെ സ്റ്റേ ആവും, അല്ലെങ്കിൽ അത്യാവശ്യം റണ്ണിങ് ഉണ്ട്. അതാണ് മെയിനായിട്ട്. വൈറ്റ് ഡെസേർട്ട് എന്ന് പറയും. അത് ലോകത്തിലെ 2ാമത്തേതാണെന്നാണ് പറയപ്പെടുന്നത്. ഫസ്റ്റത്തെ ബൊളീവിയയിലാണ്, 2ാമത്തെ നമ്മൾ ഇന്ത്യയിലെ ഗുജറാത്തിലെ റൺ ഓഫ് കച്ചിലാണുള്ളത്. അങ്ങനെ ഇന്നത്തെ നോമ്പുതുറ നമ്മൾ ലോകത്തിൽ തന്നെ 2ാമത്തെ ഉപ്പ് മരുഭൂമി ആയിട്ട് റൺ ഓഫ് കച്ചിലാണ്. ഇന്നത്തെ പച്ചവെള്ളം ഓ സീനറി. സ്ഥലത്തിനെ പറ്റി അമിതാഭ് ബച്ചൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇവിടുത്തെ സൂര്യാസ്തമയം പറഞ്ഞാൽ അത്രയും അടിപൊളിയാണ്. ഇതിവിടെ ഏതോ ഒരു പ്രത്യേക ദിവസം ഉണ്ട്, അവിടുത്തെ ആ ദിവസം ഇവിടുത്തെ സൂര്യാസ്തമയം കണ്ടു കഴിഞ്ഞാൽ അത്രയും അടിപൊളിയാണെന്ന് അമിതാഭ് ബച്ചൻ പറഞ്ഞത്. അന്നത്തെ തുറവി റൺ ഓഫ് കച്ചിൽ, റൺ ഓഫ് കച്ചിലാണ്. അപ്പം ഇന്നത്തെ നമ്മൾ ഇവിടെ നോമ്പർക്കുള്ള സമയമായി. സമയം എത്രയായി? 6:50 വെളിച്ചുണ്ട്.
സൂര്യനൊക്കെ ഉണ്ട്. സൂര്യൻ എപ്പോഴും പോയില്ല. അതിൽ അടിപൊളി സൺസെറ്റ് കണ്ടുകൊണ്ടിരിക്കാം. വേറെ സ്പോൺസർ ചെയ്തേ ഇന്നത്തെ നോമ്പ് തുറ പാനിപൂരി. പാനിപൂരി ഓടിച്ചാ Oh wow, nice vibes. Top. ചുവന്ന ചന്ദ്രൻ ഗായ്സ്. സെറ്റ് നമ്മൾ ടീംമേറ്റിനെ കണ്ടു. മലയാളം കുറച്ച് മനസ്സിലായി. കൊണ്ടോട്ടിക്കാരനാണ് നമ്മളെ പുളിക്കല്. എവിടെ ഗുജറാത്തിലാണ് ഗൈസ്. ഗുജറാത്തിൽ നമുക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു തന്നിട്ടുണ്ട്. എല്ലാരും ഉണ്ടാവും. പുതിയ ഗൈ ആയിട്ടുണ്ട്. എന്താ അവിടെ സംഭവിക്കുന്ന ഐഡിയ ഇല്ല ഗൈസ്. പേടി ആവുന്നത് തന്നെ. നമുക്ക് റൂമും കാര്യങ്ങളും തന്നെ നമ്മൾ അടിച്ചു പൂട്ടി. ഒരുപാട് ആൾക്കാർ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മളിങ്ങനെ അവിടെ സംസാരിച്ച സമയത്ത് എല്ലാവരും ഒരുപാട് ആൾക്കാർ കൂടി. നമ്മളിങ്ങനെ വരുമ്പോ ആൾക്കാർ നമ്മളെ തന്നെ മറ്റേ ബോർഡറാണ്. ഇവിടെ കുറച്ച് പോയപ്പോ പേടിയാണ്. कोई दिक्कत नहीं होगा आपको, ठीक है ना? ഇത് നമ്മളെ വഴിയാണ്. നമ്മള് ഇന്നിപ്പോ കുറച്ച് നേരത്തെ നമ്മൾ എന്ത് ചെയ്തു, ഇവിടുന്ന് എത്തി. എന്താ ചെയ്യേണ്ടത് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല നമുക്ക്. നമുക്ക് വേണ്ടിട്ട് ഇവരൊരു വീടുണ്ട്. വീട് നമുക്ക് തന്നു. അതിനുള്ളിൽ കിച്ചൺ ചെയ്യാം. നമുക്ക് നാളെ ഈവനിങ് ആണ് നമുക്ക് വണ്ടിയുള്ളത്. നാളെ രാവിലത്തെ അത്താഴവും കാര്യങ്ങളും എല്ലാം ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. മാഷാ അല്ലാഹ്. പടച്ചോന് ഹൈറും ബറക്കത്ത് നൽകട്ടെ. എന്താ പറയുക, നല്ല ഐ ആം സോ വെരി ഹാപ്പി. കാട്ടിത്തരാം നമ്മളാരൊക്കെ എത്ര ആൾക്കാർ നമ്മളെ ഫോളോ ചെയ്യേണ്ടത് കാട്ടിത്തരട്ടെ ഗൈസ്. നമ്മൾ തീവ്രവാദിത്വം നമ്മൾ വന്ന മാതിരിയൊക്കെ കഴിക്കണേ. കുറേ ആൾക്കാർ ഇവിടെ ഉണ്ട്. അടച്ചു നോക്കി ഇന്നത്തെ സ്റ്റേ ഗൈസ്. ഇവിടെ എന്താ പറയാ, മരണത്തിനും ഗുജറാത്തിനും നടക്കുക ഗൈസ്. ഗുജറാത്തിൽ എന്തൊക്കെയാണ് പഠിച്ച നമ്മളെ കൊല്ലാൻ കൊണ്ടുപോകാ. കൊറേ രക്ഷിക്കേണ്ട ഇവിടൊക്കെ. ഇതൊരു അവസാന ചാമ്പർ ഇവിടെ ഉണ്ട്. ഇവിടെ തന്നെ ആവാൻ പ്രാർത്ഥിച്ചു. ഇപ്പൊ ഇവിടെ തെക്കേ കാട്ടിൽ ഒരു പാരട്ടി പോലെ നന്നാക്കണേ. ഇമ്മച്ച് നോമ്പ് പോലെ മെച്ചെന്തറിയോ, ഇവനെ കിട്ടുന്ന കുട്ടികൾക്ക് എങ്ങനെയും മെച്ചാണ്. നേരം പഠിപ്പിച്ച് നാളെ പെരേക്ക് പോവാന്നല്ലാതെ ഇപ്പടെ ഇതുണങ്ങൂല. ഇന്നത്തെ ഫുഡ് ഉണ്ടാക്കുകയാണ്. ചെക്കൻ ഉള്ളി അരിയുണ്ട്, കന്നഡ അച്ഛന്. ഇവനൊക്കെ കൊതുകിന്റെ കടി കൊള്ളാക്കാൻ വേണ്ടിയിട്ട് ഒരു ഉള്ളി കറിയുന്നത്. പിന്നെ കൊതുകറിൽ പ്രസ്സാണ് മുഖ്യ പറഞ്ഞ എടുക്കുക. അപ്പോൾ ഇവിടെയൊക്കെ തുടച്ച് കുട്ടപ്പനാക്കി. ഷെഫ് അംജും ജൂനിയർ ഷെഫ് മെയിൻ ഷെഫ് നിഷാദും പണി റെഡിയാക്കുന്നുണ്ട്. ആ രാവിലെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അറിയില്ല എന്താണ് ഫുഡ് എന്നൊന്നും. ഇപ്പോൾ തന്നെ കഴിച്ചുകൊണ്ട് കിടക്കുകയാണ്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. ഇന്ന് ഇൻക്രെഡിബിൾ ഇന്ത്യയായി. അല്ലാത്ത എന്തൊക്കെയേ സംഭവിച്ചു. ഗുജറാത്തിൽ വന്നു 10-50 ആൾക്കാർ നമ്മുടെ വാട്ടം ജോലി ഉണ്ടാവും. എന്തോ തീവ്രവാദികൾ കൊണ്ടുവന്ന മാതിരി ഇവിടെ ഏതോ ഒരു വീട്ടിൽ അയാൾ റെന്റൽ ഹൗസാണ്, വീട് വാടക കൊടുക്കാണ്ട് ഇവിടെ കടന്നുകൂടി 2 ലക്ഷം ഉണ്ടാക്കി കൂടി പറഞ്ഞ് തന്നു. പിന്നെ ബാക്കി അടുത്ത് കാണാം. ബാക്കി നാളെ ഉള്ള ഫുഡ് കിട്ടി ഗൈസ്. നല്ല സേമിയ ഉണ്ട്, ചപ്പാത്തി ഉണ്ട്, പപ്സ് ഉണ്ട്, ചിക്കൻ കറി ഉണ്ട്.
പൊളിച്ച ഫ്രീ ഫുഡ്. നമ്മൾ സൈറ്റ് സീനും കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ പള്ളിക്കൽ റെസ്റ്റ് എടുക്കുകയാണ്. ഫുൾ റെസ്റ്റ് എടുത്തിട്ട് രാത്രി ട്രെയിനിങ് നമ്മൾ എന്ത് ചെയ്യും? ഇല്ല, 9:30 കഴിഞ്ഞ് 10 മണിക്കാണ് ട്രെയിൻ. ആ ട്രെയിനിൽ നമ്മൾ നേരെ അഹമ്മദാബാദ് പോകും. ട്രെയിനിൻ്റെ ഇവിടെ പള്ളിക്കൽ. അപ്പോൾ ഇന്നത്തെ നോമ്പുതുറ ഇന്ന് ഒറ്റ വ്ളോഗ് ഉണ്ടാവുള്ളൂ. ഇന്നത്തും കൂടെ മിക്സായിട്ട് ഉണ്ടാവുള്ളൂ. നമ്മൾ ഇന്നലെ ഇവിടെ പള്ളിക്ക് കിടന്നുറങ്ങി. ഇന്ന് പകൽ ഒഴിവ് ഇവിടെ കിടന്നുറങ്ങി. നോമ്പ് തുറന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്? അഹമ്മദാബാദിലോട്ട് യാത്ര തിരിക്കുകയാണ്.